ഇതാണ് ഷൗമിയുടെ ലേറ്റസ്റ്റ് ഷൗമി പാഡ് 6. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു പാഡിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് റിവ്യൂ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ടാബ് നിങ്ങൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇട്ട് വേണമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്കും കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഡയറക്റ്റ് വീഡിയോ ഇട്ട് എടുക്കാം. ഇതാണ് ഷൗമി പാഡ് 6ൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ടാബ്ലറ്റ് ഇരിക്കുന്നതാണ്. ടാബ്ലറ്റ് കൂടാതെ തന്നെ 33 വാട്ടിൻ്റെ ചാർജറും അതുപോലെ തന്നെ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രീമിയം ബിൽറ്റ് ക്വാളിറ്റി തന്നെ ഷൗമി ഈ ഒരു ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. ഫ്രെയിമും അതുപോലെ തന്നെ ബാക്ക് പാനലും ഫുള്ളി മെറ്റൽ ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഷൗമി പാഡ് 5ൽ കണ്ടത് ഒരു പ്ലാസ്റ്റിക് ബിൽഡാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അതൊരു മെറ്റൽ ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറ മൊഡ്യൂൾ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ ഷൗമി 13 Pro എന്ന് പറഞ്ഞ ആ ഒരു ഫോണിൽ കണ്ട അതേ ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ വെയിറ്റ് വന്നിട്ട് 490 ഗ്രാമാണ്. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 6.5 മില്ലിമീറ്റർ ആണ് ഈ ഒരു ഡിവൈസിൻ്റെ തിക്നെസ്. നമ്മളൊരു ടാബ്ലറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് നോക്കേണ്ടത് ആ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈ ഒരു ഷൗമി പാഡ് 6ൻ്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 144 ഹെർട്സിൻ്റെ ഹയർ റിഫ്രഷ് റേറ്റിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു 144 ഹെർട്സ് ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷനും വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് തന്നെ കിട്ടുന്നുണ്ട്. ഇനി മീഡിയ കൺസപ്ഷൻ അല്ലെങ്കിൽ മീഡിയ പ്ലേബാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യൂട്യൂബ് ആയാലും നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോംസിലായാലും നല്ല രീതിക്കുള്ള വീഡിയോ പ്ലേബാക്കും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ആ ഒരു കളർ കാലിബ്രേഷൻ ആയാലും നല്ല രീതിക്ക് തന്നെ എടുത്ത് ഈ ഒരു ഡിവൈസിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രയോറിറ്റി ഒരു മൂവി അല്ലെങ്കിൽ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണെങ്കിൽ തീർച്ചയായും ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാം. നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിന് ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ക്വാഡ് സ്പീക്കർ സെറ്റപ്പാണ് ഈ ഒരു ഡിവൈസിലൊക്കെ നൽകിയിട്ടുള്ളത്. നല്ല രീതിക്കുള്ള സ്പീക്കർ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ലൗഡായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ബെറ്റർ ആണെന്ന് ചോദിച്ചാൽ ബെറ്റർ സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ്. ടാബ്ലറ്റ്സ് പോലുള്ള ഡിവൈസസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് മൾട്ടി ടാസ്കിങ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ഷൗമി പാഡ് 6ലും നല്ല രീതിക്കുള്ള മൾട്ടി ടാസ്കിങ് ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഒരു സ്പ്ലിറ്റ് സ്ക്രീനും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഫ്ലോട്ട് വിൻഡോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ള മൾട്ടി ടാസ്കിങ് ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിൽ തരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പിന്നീട് ആ ഒരു സെയിം വിൻഡോ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസ് സൈഡിലായിട്ട് വരുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ചിപ്സെറ്റ് നമുക്കറിയാം നല്ലൊരു ഗെയിമിംഗ് ചിപ്സെറ്റാണ്. ഗെയിംസും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഈ ഒരു ഡിവൈസിൽ വർക്കാവും. ഇപ്പോൾ നിങ്ങൾ BGMI PUBG പോലുള്ള ഗെയിമാണ് കളിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ HDR 60 FPS സ്മൂത്തായിട്ട് തന്നെ കളിക്കാം. ഒരു ലാഗും കാര്യങ്ങളൊന്നുമില്ല. ഞാനിവിടെ ജസ്റ്റ് സബ് സർഫസ് ആണ് ഇൻസ്റ്റാൾ ചെയ്ത്. BGMI ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. സോ ഡീറ്റെയിൽ ആയിട്ട് BGMI റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഗെയിമിംഗ് ആണ് നിങ്ങൾ പ്രയോറിറ്റിയെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാം. പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ലാഗും കാര്യങ്ങളൊന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ഈ ഒരു ഡിവൈസിൽ നിന്ന് കിട്ടുന്നുണ്ട്. വളരെ ക്ലീൻ ആയിട്ടുള്ള MIUI 14 ആണ് കൊടുത്തിട്ടുള്ളത്. ആഡ്സ് ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊന്നുമില്ല. ആകെ ബ്ലോട്ട്വെയർ എന്ന് പറയാനായിട്ട് നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. അത് മാറ്റിയെടുത്തുവാണെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊന്നും ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടില്ല. നല്ലൊരു കാര്യം തന്നെ ഷൗമി ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 13 റൺ ആവുന്നത്. ഇനി എത്രത്തോളം ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടുമെന്നുള്ളത് ഷൗമി ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഏകദേശം ഒരു 2 അപ്ഡേറ്റെങ്കിലും തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ്. നമുക്ക് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാം. ക്ലീൻ UI ആണ്. UI എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ബ്രോഡ്വേഴ്സും കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു UI എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു ഡിവൈസിൽ നിന്ന് കിട്ടുന്നത്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 13 മെഗാപിക്സലിൻ്റെ സിംഗിൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 4K 30 FPS ആണ് മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അവിടെ 1080 30 FPS ആണ് വീഡിയോ സപ്പോർട്ട് വരുന്നത്. ഇതുപോലുള്ള ടാബ്ലറ്റ്സിൽ നിന്നും നമ്മൾ ഹയർ ക്യാമറ പെർഫോമൻസ് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്. കുഴപ്പമില്ലാത്തൊരു ക്യാമറ പെർഫോമൻസ് ആണ് തരുന്നത്. അത്യാവശ്യം വീഡിയോ കോൾസും അതുപോലെ തന്നെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള രീതിക്കുള്ള ക്യാമറ പെർഫോമൻസ് തന്നെ ഈ ഒരു ഡിവൈസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഹെവി ക്യാമറ പെർഫോമൻസ് ഒരിക്കലും നമുക്ക് ടാബ്ലറ്റിൽ നിന്ന് കിട്ടുന്നതല്ല. 8840 mAh ആണ് ഈ ഒരു പാഡ് 6ൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ഒരു ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏകദേശം ഒരു 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 മണിക്കൂറൊക്കെയാണ് ചാർജിങ് ടൈം വരുന്നത്. കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡിവൈസ് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ ഏകദേശം 23,000 രൂപയ്ക്ക് എനിക്ക് ഈ ഒരു ഡിവൈസ് കിട്ടി. ആ ഒരു ലോഞ്ച് പ്രൈസിനാണ് ഞാൻ ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം 6GB 128ൻ്റെ പ്രൈസാണ് 27,000 രൂപ. അതുപോലെ തന്നെ 8GB 256ൻ്റെ പ്രൈസാണ് 29,000 രൂപ. എനിക്ക് തോന്നുന്നു ഇനിയും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിന് വരും. അപ്പോൾ നല്ല രീതിക്ക് തന്നെ പ്രൈസ് കുറയാനും ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇതാണ് Xiaomi Pad 6ൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് റിവ്യൂ. തീർച്ചയായിട്ടും ഞാൻ ലോങ് ടൈം റിവ്യൂ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചധികം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗെയിമിംഗ് റിവ്യൂസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വരുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും മികച്ച ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ദിസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോർട്ട്.